എന്തായി കുറച്ച് ദിവസമായില്ലേ വിശേഷമൊക്കെ കേട്ടിട്ട്. ടുഡേസ് കാര്യപരിപാടികൾ എന്ന് പറഞ്ഞാൽ വിളിക്കാത്ത കല്യാണത്തിൽ ഒരു 4 മണിക്കൂറത്തെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ആയിട്ടുള്ള അതിഭീകരമായ പ്രാക്ടീസിന് ശേഷം പിറ്റേ ദിവസത്തെ കല്യാണത്തിന് റെഡി ആയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോകുന്നു. വീട്ടിൽ ഞാൻ അതേപറ്റി കുഞ്ഞിക്കുട്ടിന് മുങ്കിലും മരുന്ന് വെച്ച് കൊടുക്കണം. 10 മണിക്ക് പോണേ 8 മണിക്ക് ഒരുങ്ങി തുടങ്ങിയാലേ തീരുള്ളൂ. വെറുതെ അങ്ങോട്ട് ഒരു കാര്യമില്ലാതെ നടന്ന സമയം കളയാനോണ്ട് നേരത്തെ ഒരുങ്ങി റെഡി ആയിരുന്നു. പിന്നെ അവളമാരൊക്കെ വന്ന് ഞങ്ങൾ വണ്ടി വിളിച്ച് നേരെ കല്യാണ വീട്ടിലോട്ട് പോയി. ഓണ വീട്ടിൽ കാറിൽ വരെയാണ് പ്രാക്ടീസ് ഉള്ളത്. അത്ര ഡെഡിക്കേഷനാണ് ഞങ്ങൾക്കുള്ളത്. ആക്ച്വലി ഞങ്ങൾ കല്യാണം വിളിക്കാതെ പോയതല്ല കേട്ടോ. എൻ്റെ കൂട്ടുകാരത്തിയുടെ ചേട്ടൻ്റെ കല്യാണം ഓർന്ന്, മീൻസ് കസിൻ ചേട്ടൻ്റെ കല്യാണം. അപ്പോൾ കൂട്ടുകാരത്ത് വെച്ചാൽ ആരെങ്കിലും ഫാമിലി വെച്ചാൽ ഞങ്ങൾ പോകും. പക്ഷേ വിളിച്ച ആൾ കല്യാണത്തിൻ്റെ സമയത്തൊന്നും അവിടെ ഉണ്ടായില്ല. പിന്നെ അവരുടെ കസിൻസിനൊക്കെ ഞങ്ങൾക്കും ഞങ്ങളെയും അറിയാവുന്നത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ലെങ്കിൽ നാണകടി ചത്താരം. ചെക്കനെ കിട്ടിയില്ലെങ്കിലും കല്യാണത്തിലുള്ള ഡ്രസ്സ് വരെ ഫിക്സ്ഡ് ആണ്. പിന്നെ വിശപ്പിൻ്റെ വിളി അങ്ങോട്ട് തുടങ്ങിയിട്ട് കരച്ചിൽ എന്നിട്ടായിരുന്നു. കല്യാണം തീർന്നപ്പോഴത്തേക്ക് ഓടിപ്പടച്ച് വന്നവൾ. ഇനി ഒട്ടും നേരം കളയാതെ തന്നെ ഞങ്ങൾ നേരെ ഹോളിലോട്ട്. പിന്നെ അവിടെ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്ത് കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോഴത്തേക്കും ബ്രൈഡും ഗ്രൂമും വന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ സുന്ദരിയുമായ മണവാളൻ. അടിപൊളി ഫുഡായിരുന്നു. ഫുഡിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അമ്മാതിരി വിശപ്പാണ്. ഞങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്നത് ആദ്യമേ ഡാൻസ് കളിക്കാൻ കയറണം. അല്ലെ പാട്ട് പാടുന്ന അംഗന്മാരെ മൈക്ക് താഴെ വെക്കില്ല. അതുകൊണ്ട് ലിപ്സ്റ്റിക് ഒക്കെ വാരി കോരിയിട്ട് ഞങ്ങൾ സ്റ്റേജിൽ. അങ്ങനെ അവിയൽ തോരൻ സാമ്പാർ പ്ലസ് 4 കൂട്ടം പായസമുള്ള ഒരു സത്യ തന്നെ ഞങ്ങൾ ആ സ്റ്റേജിൽ അങ്ങോട്ട് വിളമ്പിയിട്ടുണ്ട്. ഡാൻസ് ഒക്കെ കളിച്ച് വന്നപ്പോഴത്തേക്ക് ആകെ ക്ഷീണിച്ചു പോയി. പിന്നെ ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുത്ത്. ദിസ് ഈസ് അവർ ഫോട്ടോ ഹോളിക് പൊന്നു. ആര് ഫോട്ടോ എടുത്തില്ലെങ്കിലും പൊന്നിന് കറക്റ്റ് ഫോട്ടോ കിട്ടിയിട്ടുണ്ടാവും എല്ലാ പരിപാടി. അവിടെ ചന്ദ്രനുണ്ടോ? ഇല്ല, ഇവിടെ സ്തുതിയുണ്ട്. അതല്ല, അവിടെ ആകാശത്ത് ചന്ദ്രനുണ്ടോ? ഇന്ന് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിൽ കുറച്ചേരം ഉറങ്ങി, കുറച്ചേരം വർത്താനം പറഞ്ഞ്, കുറച്ചേരം ഫോട്ടോസ് ഒക്കെ എടുത്ത് എല്ലാവരും ടാറ്റയും പറഞ്ഞ് വീട്ടിൽ പോയപ്പോൾ ബൈ.